സ്വാഗതം. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറുക. നമ്മൾ കുറെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ. സപ്ലിമെന്റിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മുടെ കമ്പനി ആരോഗ്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് സപ്ലിമെന്റ്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സപ്ലിമെന്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും മരുന്ന് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നുണ്ടാവുക. ടാബ്ലറ്റ് ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും മരുന്നല്ല. പ്രത്യേകം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാവരോടും ആരൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ അവരോട് കൃത്യമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും മരുന്നല്ല. ഭക്ഷണത്തിലൂടെ കിട്ടാതെ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തിന്റെയാണോ കുറവ് അതിനെ നികത്താൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എത്ര നാൾ കഴിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എത്ര നാൾ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടോ അത്രയും നമ്മൾ സപ്ലിമെന്റും കഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ സപ്ലിമെന്റിൽ കിട്ടുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ റെഡി ആവണം. ഇല്ലാത്തടത്തോളം കാലം നമ്മൾ സപ്ലിമെന്റ് തന്നെ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് കൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ്, അല്ലെ? അപ്പോ നമുക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ചു മുന്നേ വരെ ക്യാൻസറിനെയാണ് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഷുഗർ ആണ്. ഷുഗർ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയാ, ഒരു കില്ല് ചെയ്യുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ഒരു അസുഖമാണ് ഷുഗർ എന്ന് പറയുന്നത്. നമ്മുടെ ചെതലൊക്കെ കാണുന്നില്ല, നമ്മുടെ മരത്തിന്റെ മുകളിലൊക്കെ ചെതല് കയറുന്നത് ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ വളരെ കുറച്ച് താഴത്ത് മാത്രമേ കാണുള്ളൂ. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മരത്തിന്റെ പകുതിയോളം എത്തിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ മുകളിലോളം പോയിട്ടുണ്ടാവും, അല്ലെ? അതേ രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ കാർന്ന് തിന്നുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എല്ലാം ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതും കാർബോഹൈഡ്രേറ്റും അതുവഴി ഗ്ലൂക്കോസുമാണ്, അല്ലെ? കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളും കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത്. ആ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടുതലും വെളുത്ത നിറത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും, അല്ലെ? ദോശ, ഇഡലി, പുട്ട്, അതുപോലെ തന്നെ ചോറ്, ഇങ്ങനെ പറയുന്ന നിരവധി വിഭവങ്ങൾ, പല രീതിയിൽ പേരിട്ട് വിളിക്കുന്ന വിഭവങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസുമാണ്. അപ്പൊ ഗ്ലൂക്കോസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന പല പല പ്രശ്നങ്ങൾ നമ്മൾ പല വേദികളിലായിട്ട് പല ലീഡേഴ്സായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് മാറുന്ന ഒരു കണ്ടന്റ് ആണ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ എതിലൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ള നിറത്തിലുള്ള എല്ലാ ഭക്ഷണത്തിലും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളെ പറയാറുണ്ട് രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിക്കാറ്, അല്ലെ ഗോതമ്പാണ് കഴിക്കാറ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരുണ്ടാവും. കാരണം ഷുഗർ ഉണ്ട്. അതുകൊണ്ട് പകല് എങ്ങനെയെങ്കിലും ചോറ് അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് രാത്രിയിൽ ഞാൻ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ 2 ചപ്പാത്തി ഒക്കെയാണ് കഴിക്കുന്നത്, മതി. ആ ചപ്പാത്തിക്കകത്താണ് ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോതമ്പിനകത്ത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെയുള്ള വസ്തുക്കളിലൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ എങ്ങനെയാണ് പോയി നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലേക്ക് പോകുന്നു. ഈ ഗ്ലൂട്ടൻ ആയി മാറിക്കഴിഞ്ഞാൽ, കൺവേർട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഗ്ലൂട്ടൻ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിനകത്ത് എപ്പോഴും ഒരു കീപ്പർ, ഒരു എന്താ പറയാ, നമ്മുടെ വാച്ച്മാന്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്ന ഒരു കീപ്പർ, അവിടെ ഒരു കീപ്പറായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട് ഉണ്ട്. അപ്പൊ അതിനെ വരെ മയക്കി കിടത്താനുള്ള ഒരു ആർജവം ഈ ഗ്ലൂട്ടൻ ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കണ്ടന്റിൽ ഉണ്ട്. അപ്പോ ആ കീപ്പറിനെ നമ്മൾക്ക് മയക്കിക്കിടത്തിക്കൊണ്ട് തന്നെ ഈ ഗ്ലൂട്ടനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കാരണം നമ്മുടെ സെക്യൂരിറ്റീനെ പെട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തീവ്രവാദികളും ഒക്കെ നമ്മുടെ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അതിനെ രാജ്യമായി കാണുകയാണെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത് പോകുന്നുണ്ടാവും. അത് വളരെ സ്പീഡിലാണ് പോകുന്നത്, നമ്മൾക്ക് പോലും അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന്റെ ആക്രമണത്തിന് ഇരയായിക്കൊണ്ട് നമ്മുടെ ഓരോ ഓർഗൻസും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഓർഗൻസും അതുപോലെ തന്നെ കംപ്ലൈന്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് സിംറ്റം കാണിച്ചു തരും, പക്ഷെ സിംറ്റം നമ്മൾ എല്ലാവരും മൈൻഡ് ചെയ്യാറില്ല.
പക്ഷെ മൂർച്ഛിക്കുന്ന സമയത്ത് നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്, ടൈപ്പ് 1 ആണ്, ടൈപ്പ് 2 ആണ്, ഇങ്ങനെയുള്ള പല രീതികളിലും വിളിക്കുന്ന നമ്മുടെ ഗ്ലൂട്ടന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ പോലും തകരാറിലാക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും കഴിവുണ്ട് ഗ്ലൂട്ടൻ. നമ്മുടെ ബ്രെയിൻ ഫങ്ഷനും നമ്മുടെ ഓരോ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഓരോ സിഗ്നൽ പാസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസിലും നമുക്ക് ഈ ഗ്ലൂട്ടൻ കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സഹായിക്കലല്ല, സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം മുതൽ ബ്രെയിൻ ഫംഗ്ഷൻ മുതൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ മുതൽ ആമാശയത്തിന്റെ ഫംഗ്ഷൻ മുതൽ എന്ന് വേണ്ട നമ്മുടെ സകല ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സകല നമ്മുടെ കോശങ്ങളെയും ശരീരത്തെയും ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്ലൂട്ടൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ അങ്ങനെ വന്നു നമുക്ക് ഇന്ന് എല്ലാ കുട്ടികളിലടക്കം നമുക്ക് ഡയബറ്റിക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ആ രീതിയിലുള്ളതാണ്. കാരണം ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സോഫ്റ്റ് ഡ്രിങ്കും അതുപോലെ ഏറെ നിറച്ചിട്ടുള്ള പല പല പാക്കറ്റുകളുമാണ് ഇന്ന് കഴിക്കുന്നത്. അത് എല്ലാ കുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളായി കഴിഞ്ഞാലും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അതിന്റെ പാക്കറ്റുകളൊക്കെയാണ് റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കഴിച്ചുകൊണ്ടാണ് നമ്മളെ ശരീരത്തിലേക്ക്, കാരണം വയറിലാണ് ഇതൊക്കെ കഴിക്കുന്നത് അവർ. ഉച്ചക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരത്ത് വരുന്ന സമയത്ത് വേറെ ഒന്നും കഴിക്കാതെ ഇതങ്ങ് കഴിക്കുന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ ക്ഷീണമായി, ആലസ്യമായി, നമുക്ക് വേറെ ഭക്ഷണം ഒന്നും കഴിക്കാനുള്ള ഭക്ഷണത്തോടുള്ള വിരക്തി, ഇങ്ങനെയുള്ള പല രീതികളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പൊ അതിനൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ വന്നു, നമ്മുടെ ശരീരത്തിലേക്ക് വന്നു. ഡയബറ്റിക് എല്ലാ കുട്ടികളിലടക്കം ഇന്ന് ഡയബറ്റിക് കൂടിക്കൂടി വരികയാണ്. ഇന്ത്യയിലെ സംബന്ധിച്ച് പറഞ്ഞാൽ 8.9% ഇന്ന് പോപ്പുലേഷനിൽ 8.9% ആൾക്കാരും ഇന്ന് ഡയബറ്റിക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം തന്നെയാണ്. അപ്പൊ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മളും അതുപോലെ തന്നെ നമ്മളുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ അറിവുകൾ ഒന്നും ഈ പ്രൊഡക്ട്സുകളൊന്നും നമ്മുടെ ഉള്ളിൽ മാത്രം വെക്കാതെ നമ്മളെപ്പോഴും ഒരു സർവീസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ട് മാറിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. നമുക്ക് നമ്മുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി പറ്റുക, നമ്മുടെ സമൂഹത്തിനെ സഹായിക്കാൻ വേണ്ടി പറ്റുക. എന്നാൽ മാത്രമേ നമ്മളൊരു നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആയുധം നമ്മുടെ കയ്യിലുള്ളത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലിമെന്റ് ആണ്. സപ്ലിമെന്റും മറ്റുള്ള അതുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സുകളുമാണ്. ആ പ്രോഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗുണം കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. കുറച്ച് പുതിയ ആൾക്കാർ നിരവധി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. അത് എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ സപ്ലിമെന്റ് ഉപയോഗിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ അസുഖം വന്നിട്ടല്ല സപ്ലിമെന്റ് കഴിക്കേണ്ടത്, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെന്റ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്ന എക്സലന്റ് ആയിട്ടുള്ള സപ്ലിമെന്റ് നമുക്കുണ്ട്. ലീഡേഴ്സിനോട് ചോദിക്കുക. നിങ്ങൾക്ക് അറിയുന്ന അറിവ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ജസ്റ്റ് ഒന്ന് ലീഡേഴ്സിനോട് ചോദിക്കുക. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ആ പ്രോഡക്ട്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാതിരിക്കുക. അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട്. നിരവധി വീഡിയോസുകൾ അവൈലബിൾ ആണ്. ആ വീഡിയോസ് കണ്ടുകൊണ്ട് നമുക്ക് അതിനുള്ള കണ്ടന്റ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി, ചിലപ്പോൾ ചില കണ്ടന്റ് ചില ആൾക്കാർക്ക് പറ്റില്ല എന്നുണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള 2 പ്രോഡക്ട്സുകൾ നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആയുസാന്റെ കാറ്റഗറിയിലുള്ള ആ പ്രൊഡക്റ്റ് ആയുസാന്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാരണം തന്നെ എന്താണ്? നമ്മുടെ ആയുർവേദത്തെ ഗ്ലോബലൈസ് ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ ഒരു കർമ്മം കൂടി നമ്മുടെ വെസ്റ്റീജ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആയുസാന്റെ കാറ്റഗറിയിൽ നമുക്ക് നിരവധി പ്രൊഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. കിഡ്നി ഹെൽത്ത് ആയാലും ലിവർ ഹെൽത്ത് ആയാലും പ്രോസ്റ്റേറ്റ് കെയർ ആയി കഴിഞ്ഞാലും ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിനെ നമ്മൾ ഗ്ലോബലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്.
അതിന്റെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതിൽ അഭിമാനം എന്തായാലും ഉണ്ടാവണം എല്ലാവരും. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ ശരീരത്തിലേക്ക്, കോശങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും എന്ത് വേണം? ഊർജം പ്രദാനം ചെയ്യുന്നത് എന്താണ്? ഷുഗറാണ്. ഷുഗർ ഇല്ലെങ്കിൽ അവിടെ ഊർജം ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോഴും പറയുന്നതാണ്, ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പാനീയങ്ങളും ഒക്കെ കുടിക്കാറുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ ഏത് തരത്തിൽ കഴിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഷുഗർ നേരിട്ട് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. ഭക്ഷണത്തിലൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ ശരീരത്തിലെ ഇൻസുലിൻ, ഷുഗറിനെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ശരീരത്തിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നേരെ ആവാതെ വരുമ്പോൾ ആണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഡയബറ്റിക് ആയിട്ട് മാറുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8.9% പോപ്പുലേഷനിൽ, അഡൽട്ട് പോപ്പുലേഷനിൽ ഇന്ന് ഡയബറ്റിക് ആണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രമേഹം 2 തരത്തിലുണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്, പല പേരിൽ അറിയപ്പെടുന്നതാണ്. ഇൻസുലിന് ആവശ്യമായ, ശരീരത്തിലേക്ക് ആവശ്യമായ, പാൻക്രിയാസിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത വരുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൽ ഇൻസുലിൻ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നീടോ കാർഡിയാക് വാസ്കുലർ ഡിസീസ് ഉണ്ടാവുന്നു, കാഴ്ചക്കുറവുണ്ടാവുന്നു, നർവ്സ് ഡാമേജ് ആവുന്നു, ക്ഷീണം ഉണ്ടാവുന്നു, കിഡ്നി ഫെയിലിയർ ആവുന്നു എന്ന് വേണ്ട നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിനെയും ഇത് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ആയിസാന്റെ ഗ്ലൂക്കോ ഹെൽത്ത് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് നിരവധി ഗുണങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. അതിൽ ആദ്യമായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വിജയ്, അത് അല്ലെങ്കിൽ വേങ്ങ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ബ്ലഡിന്റെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറക്കാനും അതുപോലെ തന്നെ കുറക്കാനുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ അളവിനെ കുറക്കാനുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അത് എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കേട്ടുപോവാതെ അത് നമ്മൾ എന്തെങ്കിലും നോട്ട്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ്, അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആണ്. ജസ്റ്റ് ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് അതിന്റെ വിവരണം മാത്രമേ പറയുന്നുള്ളൂ. കറുവപ്പട്ടയാണ്. കറുവപ്പട്ട നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാവുന്നതാണ്, സുപരിചിതനാണ്. പക്ഷെ അതിനകത്തുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ അതേപോലെ തന്നെ, ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുന്ന അതേപോലെ തന്നെ കൊളസ്ട്രോളിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കറുവപ്പട്ട എന്ന് പറയുന്നത്. കറുവപ്പട്ട നമ്മൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിലും അതിനെ നമുക്ക് പിന്നെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഷുഗർ ഒക്കെ ഉള്ളവർ അതൊക്കെ മാറി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നാരകത്തിന്റെ ഇലയും അതുപോലെ തന്നെ ഈ കറുവപ്പട്ട, ഗ്രാമ്പു, ഇതൊക്കെ മാറി നമ്മൾ ഓരോ ദിവസവും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഇട്ട് കുടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ കറുവപ്പട്ട. അതുപോലെ തന്നെ അടുത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ടർമറിക് അഥവാ മഞ്ഞൾ. നമുക്കറിയാം, നമ്മൾ ഒഴിച്ചു എപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാ കറികളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ടർമറിക്. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കുർക്കുമിൻ പ്രമേഹം വരാനുള്ള സാധ്യതയെ കുറക്കുന്നു. ഇപ്പം പ്രമേഹം വരാനുള്ള സാധ്യത ഉള്ളവർ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് മഞ്ഞൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് കുർക്കുമിൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കുർക്കുമിൻ എന്നുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രസ്റ്റീജ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിന്റെയും ട്രൈഗ്ലിസറിന്റെയും അളവ് നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കുർക്കുമിൻ. അപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഇൻഗ്രീഡിയൻസ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. മഞ്ഞൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആംലയെ നമുക്കറിയാം. നമുക്ക് ആംല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആംല. ജലദോഷം അതുപോലെ തന്നെ പനി വരുന്ന സമയത്ത് നമ്മൾ ഇത് കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വരാതിരിക്കാനും അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ആംല കഴിക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഈ ഒരു പ്രൊഡക്റ്റിനകത്തുണ്ട്, ഈ ഒരു ക്യാപ്സൂളിനകത്തുണ്ട്. നെല്ലിക്ക ഷുഗറിന്റെ അളവിനെ, ആഗിരണത്തെ ഒക്കെ
ഷുഗർ നല്ല ഷുഗറിനെ ആഗിരണം ചെയ്തുകൊണ്ട് തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആംല എന്ന് പറയുന്നത്. ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറിയിൽ ആംലയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ പ്രൊഡക്റ്റിനകത്തും ഉണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് എന്ന് പറയുന്നത് ചിറ്റമൃതം. ചിറ്റമൃതം നമുക്കറിയാം ലിവറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ബ്ലഡിന്റെ ഗ്ലൂക്കോസിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട് ചിറ്റമൃതം. നമ്മൾ പല വീഡിയോസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം സൺ ടി വി, സൂര്യ ടി വിയിലൊക്കെ വന്നിട്ടുള്ളതാണ്. ചിറ്റമൃതത്തിന്റെ തണ്ട് തലേത്തെ ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ നമുക്ക് ഷുഗറിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിരവധി വീഡിയോസ്, അത് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്, യൂട്യൂബിനകത്തൊക്കെ ഉണ്ടാവും. അത് നമ്മൾ രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ചിറ്റമൃത്. നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. അത് നമ്മൾ പല നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും. അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചറിയുന്നുണ്ടാവും. അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാപ്സൂളിലും നമുക്ക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത് ലിവറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ബ്ലഡിന്റെ ഷുഗറിന്റെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ അമിതവണ്ണത്തെ തടയാനും ഈ ചിറ്റമൃതിന് സാധിക്കുന്നുണ്ട്. വണ്ണം ഉള്ളവർക്കും ഈ ഒരു ക്യാപ്സൂളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നല്ലതാണ്. അടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ അകത്ത് തേയില അല്ലെങ്കിൽ ടീ എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കലിന്റെ അറ്റാക്കിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് തേയില എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. പാൻക്രിയാസിനെ ശക്തിപ്പെടുത്താനും അതുവഴി ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ 5 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ക്യാപ്സൂൾ രൂപത്തിലാണ് നമുക്ക് ആയുസാന്റെ ഗ്ലൂക്കോ ഹെൽത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഷുഗർ ലെവൽ ഉള്ള ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഏതൊരു വ്യക്തിയും അതിന്റെ കൂടെ തന്നെ സപ്ലിമെന്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഗ്ലൂക്കോ ഹെൽത്ത്. നിർബന്ധമായിട്ടും അങ്ങനെയുള്ളവരൊക്കെ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളവരൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. അത് ഉപയോഗിക്കേണ്ടത് കൂടുതലായിട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ 2 എണ്ണം വീതം ഉപയോഗിക്കണം. 2 ഒരു ദിവസം 3 നേരത്തിൽ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ കഴിക്കുക. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളവർ ബിഫോർ ഫുഡിലും കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഗ്ലൂക്കോ ഹെൽത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യാം. എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്, നീം ക്യാപ്സൂൾ. നീം എന്ന് പറഞ്ഞാൽ വേപ്പ്, ആര്യവേപ്പ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് നീമിലൂടെ നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. നീം എന്ന് പറയുന്നത് ശരിക്കും പല വീടുകളിൽ ഉണ്ടാവും. പണ്ട് അത്രയും ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഇതാണ്. അത്രയും അതിനെ ഇത് പരിപാലിച്ചുകൊണ്ട് വരുന്ന ഒരു കൽപ്പവൃക്ഷം തന്നെ, ഔഷധത്തിന്റെ മഹാമാരികളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മരമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ടാണ് ആര്യവേപ്പിലെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലായി കഴിഞ്ഞാലും പഴയ വീടുകളിലൊക്കെ ഇന്നും ആൾക്കാർ ആര്യവേപ്പിനെ വളർത്തുന്നുണ്ട്. ഓരോ വീടുകളിലും ഉണ്ട്. അത് നമ്മൾ പച്ചക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. എല്ലാവർക്കും അത് സാധിക്കില്ല, ഭയങ്കര കയ്പാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മുടെ കമ്പനി ക്യാപ്സൂൾ രൂപത്തിൽ ആര്യവേപ്പിനെ നമുക്ക് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആ വൃക്ഷമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ശുദ്ധവായു പ്രദാനം ചെയ്യുന്നുണ്ട്. കിഴക്കേ ആഫ്രിക്കയിൽ ഇതിന് പറയുന്നത് തന്നെ മോർബിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മോർബിൻ എന്ന് പറയുന്നത് 40 എന്നാണ് അതിന്റെ അർത്ഥം. 40ഓളം മഹാമാരികളെ അല്ലെങ്കിൽ അസുഖങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ സർവ്വരോഗ സംഹാരി എന്ന് വേണമെങ്കിലും പറയാൻ വേണ്ടി പറ്റും. 40ഓളം എന്ന് പറയുമ്പോൾ അത്രയും രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വേപ്പിനുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സൗന്ദര്യത്തിന് നമുക്കറിയാം ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ആര്യവേപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് തന്നെ ആര്യവേപ്പ് ഇല്ലാതെ തന്നെ പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. സൗന്ദര്യത്തിന് അതുപോലെ തന്നെ ഇതിന്റെ ഇല, തൊലി, വിത്ത്, അതുപോലെ തന്നെ വേര് എല്ലാം ഔഷധമാണ്. ഇതിന്റെ ഒന്നും തന്നെ നമുക്ക് കളയാനില്ല. എല്ലാ സാധനങ്ങളും ആര്യവേപ്പിന്റെ എല്ലാ സാധനങ്ങളും ഔഷധ ഗുണങ്ങളുള്ളതാണ്.
അതുപോലെ തന്നെ ഔഷധമായിട്ടും ഇതിനെ ജൈവ കീടനാശിനിയായിട്ടും ഉപയോഗിക്കാറുണ്ട്. കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ വേപ്പിന്റെ എണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പച്ചക്കറികളിലും അതുപോലെ തന്നെ തോട്ടങ്ങളിലും ഒക്കെ തെളിക്കാറുണ്ട്, സ്പ്രേ ചെയ്യാറുണ്ട്. അതിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. ഒരേ സമയം ഇതിനെ ഔഷധമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ത്വക്ക് രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ അലർജിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചർമ്മത്തിലെ ചുളിവ്, മുഖക്കുരു, സോറിയാസിസ്, അകാലനര എന്നിവ അകറ്റാനും ആര്യവേപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്യാപ്സൂളിൽ തന്നെ നമുക്ക് പല പല ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മുടിക്ക് വളരെ നല്ലതാണ്. മുടിക്ക് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം മുടിയുടെ കട്ടി കൂടാനും താരൻ, അകാലനര ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു ഇതാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ആക്കാൻ വേണ്ടി ചില ആൾക്കാർ കാണാം, പഴയ ആൾക്കാരൊക്കെ ഇതിനെ അരച്ച് ഉരുളിയാക്കിയിട്ട് വിഴുങ്ങുന്നതൊക്കെ കാണാം രാവിലെ വെറും വയറ്റിലൊക്കെ. അവരുടെ ദഹന വ്യവസ്ഥയും ആമാശയവും ഇതൊക്കെ കറക്റ്റ് ആവാനും അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ദന്ത സംരക്ഷണത്തിന് ഇതിന്റെ കമ്പ് പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ഈ അറബികളും ഇവരൊക്കെ ഇതിന്റെ കമ്പ് എപ്പോഴും പകലായി കഴിഞ്ഞാലും ഇങ്ങനെ കടിച്ചോണ്ടും അതുപോലെ തന്നെ പല്ല് തേച്ചുകൊണ്ടും ഒക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അവർ ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അതിലുള്ള അണുക്കളെയും അതുപോലെ തന്നെ വായുനാറ്റം ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാനും ഈ ഒരു കമ്പിനെ കൊണ്ട് അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഷുഗർ ലെവൽ കുറയ്ക്കുകയും ഇൻസുലിന്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ നേരെയാക്കാനും ഇതിന് കഴിവുണ്ട്. ഇത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി ബ്ലഡ് വെസലിനെ നേരെയാക്കിക്കൊണ്ട് നമ്മളെ ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി വെസ്റ്റീജ് നീം, അത് ക്യാപ്സൂൾ രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും പച്ച നിറത്തിലുള്ള ഉപയോഗിക്കുന്നവർക്കറിയാം, പച്ച നിറത്തിലുള്ള ചെറിയ ക്യാപ്സൂൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നീമിന്റെ എക്സ്ട്രാക്ട് ആണ് അതിൻ്റെ അകത്ത്, നീമിന്റെ ഓയിലാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. രക്തത്തെ ശുദ്ധീകരിക്കാനും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രോഗാണുക്കളെ ചെറുക്കാനും ഒക്കെ ഇതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ നമ്മൾ ആര്യവേപ്പ് കഴിക്കുന്നത് അല്ലെങ്കിൽ നീമിന്റെ ക്യാപ്സൂൾ കഴിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ നന്നായി എടുക്കാനും സഹായിക്കുന്നുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാനും നമുക്ക് നല്ല കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വെസ്റ്റീജ്. നല്ല രീതിയിൽ നമുക്ക് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നീം ക്യാപ്സൂൾ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തത്തെ ശുദ്ധീകരിച്ചിട്ട് രക്തത്തിലെ ഷുഗറിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഷുഗർ ലെവലിനെ കുറക്കാൻ എക്സലന്റ് ആയിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള വെസ്റ്റീജിന്റെ ഈ നീം ക്യാപ്സൂൾ നമ്മൾ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഗ്ലൂക്കോ ഹെൽത്തിന്റെയും നീമിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത് കഴിക്കേണ്ട രീതി പറഞ്ഞാൽ 1:1:1 വീതം ഭക്ഷണത്തിന്റെ ശേഷം കഴിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റ് മാത്രം മതിയോ? എല്ലാവരും പറയാറുണ്ടല്ലേ, ഏതെങ്കിലും ഇതിൽ ഏത് കുറക്കാൻ വേണ്ടി സാധിക്കും, ഏത് കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനുപരി നമുക്ക് എന്തൊക്കെ കഴിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒരു ഷുഗർ വരാൻ സാധ്യതയുള്ളവരായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ നിലവിൽ ഉള്ളവരായി കഴിഞ്ഞാലും നിർബന്ധമായിട്ടും കഴിക്കേണ്ട രണ്ട് പ്രൊഡക്റ്റ് നീമും ഗ്ലൂക്കോ ഹെൽത്തും ആണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോംബയോട്ടിക്സ് യൂസ് ചെയ്യണം. ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് അതിനെ വീണ്ടും ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം, ക്യാപ്സൂളാണ്. ക്യാപ്സൂളിന്റെ ഉള്ളിൽ തന്നെ ക്യാപ്സൂളുള്ള ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് ധാരാളം മിനറൽസ് ഉണ്ട്. നമ്മുടെ ഗട്ടിന്റെ അകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഉള്ളിലുള്ള ക്യാപ്സൂൾ ബാക്ടീരിയ ആണെങ്കിൽ പുറത്തുള്ള ക്യാപ്സൂളിനകത്ത് ബാക്ടീരിയക്കുള്ള ഭക്ഷണമാണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് പാൻക്രിയാസ് ഒക്കെ നല്ല രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗട്ട് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കോംബയോട്ടിക്സ് കഴിക്കണം. അതോടൊപ്പം തന്നെ CMD മിനറൽസിന്റെ അഭാവം കൊണ്ട്, കാരണം നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിലുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യം അത്യാവശ്യമാണ്.
നമ്മുടെ CMD-ക്കകത്ത് മെഗ്നീഷ്യം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ മെഗ്നീഷ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ പോഷകങ്ങളെയും കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ ഗട്ട് ക്ലിയർ ആവുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനും ഒക്കെ ലെവൽ ചെയ്തുകൊണ്ട് നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം എന്നുള്ള രീതിയിലാണ് കോംബയോട്ടിക്സും അതുപോലെ തന്നെ CMD യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാർഡിയാക്കിന്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഷുഗർ ഹൈ ആയി കഴിഞ്ഞാൽ കാർഡിയാക്ക് അറസ്റ്റ് അതുപോലെ തന്നെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കേണ്ടത് ഫ്ലാക്സ് ഓയിൽ അല്ലെങ്കിൽ ക്രിൽ ഓയിൽ, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ചണവിത്ത് നിന്ന് എടുക്കുന്നതാണ് ഫ്ലാക്സ് ഓയിൽ എങ്കിൽ, ക്രിൽ ഫിഷ് നിന്ന് എടുക്കുന്നതാണ് ക്രിൽ ഓയിൽ. അത് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ കാർഡിയാക്കിനെ, നമ്മുടെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രൊഡക്റ്റ്. കോയിൻസൈൻ ഗ്ലൂട്ടൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നമ്മൾ സൈലന്റ് അറ്റാക്കിനൊക്കെ, കാരണം ഷുഗർ ഹൈ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണിന് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, കാരണം സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം ഷുഗർ ഹൈ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐ സപ്പോർട്ടും വൈറ്റൽ കോംപ്ലക്സും കൂടെ തന്നെ റെക്കമെൻഡ് ചെയ്യാനുണ്ട്. കിഡ്നി പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം, അവർക്ക് വേണ്ടിയിട്ട് കിഡ്നി ഹെൽത്ത് നമുക്ക് തന്നിട്ടുണ്ട്, അത് റെക്കമെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. നർസിന്റെ പ്രശ്നങ്ങൾ വരുന്നവരുണ്ടാവും, അവർക്ക് നമുക്ക് എല്ലാർജിനും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട പ്രൊഡക്റ്റുകളാണ്. എല്ലാർജിനും ആഡ് ചെയ്ത് കൊടുക്കേണ്ട നാഡീ ഞരമ്പിന്റെ പ്രവർത്തനത്തെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് നിരവധി പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അത് എനർജി ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഒരുപക്ഷെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് പ്രൊഡക്റ്റിന്റെ കൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അനുസരിച്ചിട്ട് നമുക്ക് ഓരോ സപ്ലിമെന്റ് നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വരദാനമാണ്. കാരണം എക്സലന്റ് ആയിട്ടുള്ള നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നില്ല. പ്രോട്ടീൻ പൗഡർ എല്ലാവരും നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കണം. അത് അഡൽട്ട് ആണെങ്കിൽ നിർബന്ധമായിട്ടും സോയാ പ്രോട്ടീൻ തന്നെ കഴിക്കണം. ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ആണ്. അവിടെ ഫ്ലേവർ ഉള്ളത് ഉപയോഗിക്കരുത്. ഫ്ലേവർ ഉള്ളതിൽ പ്രോട്ടീന്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ടേസ്റ്റിനും ഒക്കെ ആയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത്. അല്ലാത്ത അഡൽട്ട് ആയിട്ടുള്ള എല്ലാവരും നമുക്ക് സോയാ പ്രോട്ടീൻ ആ റെഡ് കളറിലുള്ള ബോട്ടിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, അത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കുർക്കുമിൻ, ഇങ്ങനെ നിരവധി ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും പ്രിവെന്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറയാം. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു വിനോദ് സാർ. നമ്മൾക്ക് ഇന്ന് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് ആര്യവേപ്പിന്റെ നീമിനെ കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ഷുഗർ ഇല്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വരുന്നതിന് മുന്നേ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നീമിന്റെ ക്യാപ്സൂള് നേരത്തെ പറഞ്ഞ പോലെ ആ 40ഓളം ഗുണങ്ങൾ. നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് നമ്മളുടെ വീട്ടുമുറ്റത്ത് ആര്യവേപ്പിന്റെ മരങ്ങളുണ്ടാവും. ഇന്ന് ഞാൻ ഗൾഫിലാണ്. ഗൾഫ് രാജ്യങ്ങൾ ഈന്തപ്പഴത്തിന്റെ നാടാണെങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന മരം വേപ്പാണ്. എല്ലാ ബിൽഡിങ്ങിന് താഴെയും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അരിവേപ്പിന്റെ മരങ്ങളാണ്. ഇവിടെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പറിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും അതാ ഉപയോഗിക്കാറ്. എല്ലാ ബിൽഡിങ്ങിന്റെ സൈഡിലും 2-3 മരങ്ങളുണ്ടാവും. ഞാൻ നാട്ടിൽ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ മുറ്റത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ അത് കാണുന്നത് കുറവാണ്. ഏറ്റവും ഔഷധമുള്ള ആര്യവേപ്പിന്റെ നീമിന്റെ ക്യാപ്സ്യൂൾ 334 രൂപക്ക് വെസ്റ്റേജ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊരു 30 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക. പണ്ടത്തെ 25 പൈസയുടെ നാരങ്ങ മുട്ടായിന്റെ വില പോലും ആ സാധനത്തിന് ഇല്ല, ഒന്നെടുത്ത് കഴിക്കുകയാണെങ്കിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 334 രൂപ 30 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 100 ക്യാപ്സൂളിനാണ്. അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഷുഗർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. അത് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമെങ്കിൽ ഓരോന്നെടുത്ത് കഴിക്കുക. അത്രയ്ക്കും നിങ്ങളെ ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. പിന്നെ പല ആൾക്കാർ ശ്രദ്ധിക്കുക, ഇന്ന് കിഡ്നി പ്രോബ്ലം വരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഷുഗർ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഷുഗറിന്റെ ക്യാപ്സ്യൂൾ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് പിന്നീട് വരും. പിന്നീട് നമുക്ക് പൈസ ഒരുപാട് പോകുന്നത് അറിയത്തിണ്ടാവില്ല. അസുഖങ്ങൾ വന്നതിന് ശേഷം സപ്ലിമെന്റ് അന്വേഷിച്ച് നടക്കരുത്. അല്ല, പരീക്ഷ എഴുതിയിട്ട് 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് തോറ്റതിന് ശേഷം ട്യൂഷൻ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യമില്ല. അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് പാസ്സാവാന്ന് മാത്രമേ ഉള്ളൂ. അതേ അവസ്ഥയാണ്. നിങ്ങളുടെ അസുഖം വന്നതിന് ശേഷം സപ്ലിമെന്റ് കൊടുക്കാതെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സപ്ലിമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ആ റിസൾട്ട് കാണിച്ചിട്ടാണ് നമുക്ക് മറ്റുള്ളവരോട് പറയേണ്ടത്. എങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രൊഡക്റ്റിലൂടെ നമ്മൾ വെസ്റ്റീജ് കമ്പനിയുടെ ബിസിനസ് ആക്ച്വലി അത് തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിലൂടെ സമ്പത്താണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം കമ്പനി തരികയാണ്. അപ്പോൾ എത്ര നല്ല കൺസെപ്റ്റാണ് വെസ്റ്റീജ് കൊണ്ടുവന്നിരിക്കുക. ഇതിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഈ വെസ്റ്റീജ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി. നമുക്ക് സമയം 10 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും വിനോദ് സാറിനോട് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കാൻ സാധിക്കുന്നുണ്ടോ? നോക്കി അൻസാർ ഭായി അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നു നോക്കി. പറ്റുന്നുണ്ട് സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ? നീമിനെ കുറിച്ച് കുർക്കുമിൻ അദ്ദേഹം പറഞ്ഞ കുർക്കുമിൻ വളരെ ഇമ്പോർട്ടൻസ് ആയ പ്രൊഡക്റ്റ് ആണ്. മുറിവുകൾ ഉണങ്ങാത്ത ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കുർക്കുമിൻ കൊടുക്കുക. ഒരു 3-4 ദിവസം കഴിക്കുമ്പോൾ തന്നെ കുർക്കുമിൻ കഴിക്കുമ്പോൾ മുറിവുകൾ ഉണങ്ങുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര മരുന്ന് കഴിച്ചിട്ട് മുറിവുകൾ ഉണങ്ങുന്നില്ല. നമ്മുടെ കുർക്കുമിൻ അത്രയ്ക്കും റിസൾട്ടാണ്. അത് ഊരിയിട്ട് പൊട്ടിച്ചിട്ട് അതിന്റെ മഞ്ഞൾപ്പൊടി പോലത്തെ സാധനമാണ്. അത് ആ മുറിവിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ 3 ദിവസം കൊണ്ട് ഉണങ്ങുന്നുണ്ടാവും. അതിൽ കോംപ്ലാറ്റിക്സ് ആ ക്യാപ്സൂളിനകത്ത് ക്യാപ്സൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ഗുഡ് ബാക്ടീരിയയും അതിലുള്ള ഭക്ഷണമാണ് അതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി പ്രോഡക്റ്റ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു രാവിലത്തെ സെഷൻ കിട്ടുകയെന്ന് വെച്ചാൽ ഇന്ന് 80 പേരാണ് പങ്കെടുത്തിട്ടുണ്ടായത്. 10-20 പേരില്ല. ഇന്നും 20 പേര് മിസ്സായിട്ടുണ്ട്, ഉറങ്ങിപ്പോയി തോന്നുന്നു. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. 6 മണി നമ്മൾ ഇതിനോട് മാറ്റി പോകും. ആർക്കെങ്കിലും ചോദിക്കണം? എന്താ സാറേ, പറയൂ. പിന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് അതിന്റെ ഏത് ക്യാപ്സ്യൂളാ കൊടുക്കണ്ട? കണ്ണിന് കാഴ്ച കുറവിന് ഐ സപ്പോർട്ടും വൈറ്റൽ കോംപ്ലക്സും. വൈറ്റോ കോംപ്ലക്സ്. ഓക്കെ. നല്ല റിസൾട്ട് ഐ സപ്പോർട്ട് കേട്ടോ. അത് കണ്ണിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ഉപയോഗിക്കുക കേട്ടോ. കുറച്ചു കാലം കണ്ടിന്യൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും. വേറെ ഈ വിനോദ് സാർ ഇപ്പം ചെയ്ത സെഷനിൽ നീമിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറുക്കുമിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചു? നമ്മുടെ മാർക്കറ്റിൽ പല കമ്പനികളും ഷുഗറിന്റെ സപ്ലിമെന്റ് കൊടുക്കുന്നത് 3250 രൂപയാണ്. അത് കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ അതുപോലെ വരാറുണ്ട്. നമ്മളെ നീമിന്റെ സപ്ലിമെന്റ്സിന് ഗുണം 334 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ തിരിച്ചറിയാം. അത് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ തന്നെ അതിന് MRP ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഏകദേശം 60-70 രൂപയോളം അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആർക്കും ഉണ്ടെങ്കിൽ കൊടുക്കാനും കുറച്ച് ബിസിനസ് മൈൻഡിലേക്ക് വരാം. നമ്മളെല്ലാവരും ഇതിനെ പൂവർ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തമാരാണ്. എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കണോ സപ്ലിമെന്റ്സിനെ കുറിച്ച്? നമുക്ക് 10 മിനിറ്റ് സമയമുണ്ട്. നീം ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരിൻ്റെ അകത്തുനിന്ന് മെസ്സേജ് ഇടാവോ? നീം ഉപയോഗിക്കുന്ന ആൾക്കാർ ആരുമില്ലേ? ജാസ്മി ഉപയോഗിക്കുന്നുണ്ട്. ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാതാണോ? നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ഷുഗർ വരാൻ വേണ്ടി കാത്തിരിക്കരുത്, വന്നിട്ട് ഉപയോഗിക്കരുത്. വരുന്നതിന് മുന്നേ ഉപയോഗിച്ചാൽ ബെറ്റർ. സൗന്ദര്യം കൂട്ടാൻ സഹായിക്കും, ചുളിവുകൾ വരാതിരിക്കാൻ സഹായിക്കും, നല്ല ചുളിവുകളും ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ഹലോ, പറയൂ ജാസ്മി. ഗുഡ് മോർണിംഗ് സാറേ. സാറേ, ഈ മഞ്ഞളിൻ്റെത് അലർജി പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയതല്ലേ? അലർജിയുടെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സ്കിൻ അലർജി ആണോ? സ്കിൻ അലർജി അല്ല, ഈ തുമ്മലും അലർജി സംബന്ധിച്ച് റെസ്പോക്കറിന്റെ കൂടെ തന്നെ കുർക്കുമിനും കൊടുക്കുക. തുളസി ഡ്രോപ്സും കൂടെ കൊടുത്ത് ബെറ്റർ.
ആ അല്ല, തുളസി ഡ്രോപ്സും റെസ്പോകെയറും കഴിക്കുന്നുണ്ട്. അതിനോട് ഇതും കൂടി ഈടാക്കിയാൽ ഈടാക്കിയാൽ ആ ഇനി നമ്മൾ പുതിയ ആൾക്കാരോട് മാത്രമേ തുളസി ഡ്രോപ്സ് കഴിക്കാൻ വേണ്ടി ബാക്കി പഴയ ആൾക്കാരോട് ആരോടും പറയില്ല. കാരണം അത് നിർബന്ധമായിട്ട് എല്ലാവരും യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് CMD. CMD കുടിക്കാതെ ആരും ഉണ്ടാവരുത്. CMD നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഉപയോഗിക്കട്ടോ. നിങ്ങൾ ചില ആൾക്കാർക്ക് കണ്ണൊക്കെ ഇങ്ങനെ ഒരു പഴപ്പ് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ പടച്ചു പോകുന്നത്. അല്ല, അതിലുള്ള ആൾക്കാർ ഈ CMD കഴിക്കട്ടോ. എല്ലാവരും CMD വാങ്ങിക്കണം. വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത പർച്ചേസിങ് CMD ഉൾപ്പെടുത്തട്ടോ. ഞാൻ എപ്പോഴും ഗ്ലാസ് എടുക്കുമ്പോൾ CMD ഉറ്റിച്ചതിന് ശേഷം വെള്ളം എടുക്കാൻ പോകുള്ളൂ. അതിന് മുന്നേ തന്നെ എപ്പോഴും ഉണ്ടാവും. ആർക്കും ഒരു സംശയമില്ല. ഓക്കെ, ഇന്ന് നമ്മൾ CMD 80 പേരാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. നമുക്കത് പോരാ, നമ്മൾ 100 സാധാരണ. 95 പേര് ആൾക്കാർ ഉണ്ടാവാറുണ്ട്. ശനിയും ഞായറും എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറക്കാൻ തോന്നുന്നു. സ്കൂളിൽ പോകേണ്ട മക്കൾക്കപ്പോൾ മക്കൾക്ക് ലീവാണെങ്കിൽ അച്ഛനമ്മമാർക്കാണ് സന്തോഷം കൂടുതൽ. അതുപോലെ ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ മക്കൾക്ക് ലീവ് 3 ദിവസം ലീവ് ഉള്ള ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറച്ച് നേരം എനിക്കും കൂടെ ഉറങ്ങാനോ വെച്ചിട്ട്. ഞാൻ ഈ CP കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ CP കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. 3:45 എഴുന്നേക്കുന്നല്ലേ. അപ്പം നിങ്ങളും അങ്ങനെ സന്തോഷിച്ച് 6 മണിക്കൊക്കെ എഴുന്നേക്കാട്ടോ. 6 മണിക്ക് നേരം വെളുത്തിരിക്കുന്ന സമയമാണ്. 6 മണിക്ക് ശേഷം ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടമാണ് കേട്ടോ. 24 മണിക്കൂർ വേസ്റ്റ് ആക്കുന്ന ആൾക്കാരായി പോകും നിങ്ങൾ. 6 മണിക്കെല്ലാം മുന്നേ എഴുന്നേക്കണം. സാറേ ഒരു ചോദ്യം കൂടെ. വച്ചേച്ചോ. ഷുഗർ 300 ഉണ്ട് ഫാസ്റ്റിങ്ങില്. അപ്പൊ അതിന് നമ്മള് നീമും പിന്നെ വേറെന്ത് ക്യാപ്സൂൾ കൊടുക്കാം? ആദ്യം പറഞ്ഞത് കേട്ടില്ലേ? ഗ്ലൂക്കോ ഹെൽത്ത്. ഗ്ലൂക്കോ. ആ ശരി ശരി. 300 കൂടുതലുണ്ടാകുമ്പോൾ 300 ഫ്ലാക്സ് ഓയിലൊക്കെ ആഡ് കൂടുതൽ ചെയ്യണം കേട്ടോ. ഫ്ലാക്സ് ഓയിലൊക്കെ ആഡ് ചെയ്യണം. ഫ്ലാക്സ് ഓയിൽ ഏടാക്കട്ടോ. അത് കഴിക്കുന്നുണ്ട്. ചില ആൾക്കാർ CMD കിഡ്നി നിർബന്ധമായിട്ടും ഹെൽത്തും ലിവർ ഹെൽത്തും കഴിക്കണം കേട്ടോ. എനിക്ക് കിഡ്നി പ്രോബ്ലം ഇല്ല, ലിവറിന് പ്രോബ്ലം ഇല്ല പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇടക്കിടക്കും കഴിക്കട്ടോ. ഓരോന്ന് കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനും മറ്റുള്ള പ്രോബ്ലം വരാതിരിക്കാനും. മുന്താസ് പറഞ്ഞോളൂ, പാലക്കാട്. കിഡ്നി സ്റ്റോണിനുള്ള സപ്ലിമെന്റ് നോക്കാൻ. കിഡ്നി ഹെൽത്ത് ഉണ്ട്, നീം കൊടുക്കാം. നീമും കിഡ്നി ഹെൽത്ത് ഒക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ആംല. പിന്നെ പ്രഷറിനുള്ളോ? പ്രഷറിനൊക്കെ ഈ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാം. ഫ്ലാക്സ് ഓയിലും ഇതൊക്കെ. ഏതാണ്? ഫ്ലാക്സ് ഓയിൽ യൂസ് ചെയ്യാം, എല്ലാത്തിനും യൂസ് ചെയ്യാം. ഗട്ട് ക്ലിയർ ആവണം, കോമ്പാറ്റിക്സ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇനി അത് എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. വ്യായാമം ഇല്ലാതെ ഒരു രക്ഷയുണ്ടാവില്ല. വ്യായാമം കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇനി മുതൽ. അത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിയാവത്തില്ല. അപ്പൊ വ്യായാമം കൂടി ആഡ് ചെയ്യണം എല്ലാവരും. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ഗട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ, എന്താ പറയാ, ഉടല് ശരിയായി കഴിഞ്ഞാൽ ശരീരം നന്നാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോമ്പാറ്റിക്സ് നിർബന്ധമായിട്ടും എല്ലാവരും കഴിക്കണം. കോമ്പാറ്റിക്സ് അതുപോലെ തന്നെ CMD യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങളെ കൃത്യമായിട്ട് ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കും. അടുത്ത ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ D. വൈറ്റമിൻ ഡിയും CMDയിലുള്ള മെഗ്നീഷ്യവും നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കൺവേർഷനും ഒരു പ്രക്രിയയും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവില്ല. പറയുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഒത്തിരി പറയാനുണ്ട്. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരാളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള സപ്ലിമെന്റിന്റെ എണ്ണം കൂട്ടിയും കുറച്ചിട്ടും പറയാം. ഞാൻ ഇന്ന് ഒരാളുടെ സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും അവിടെ ചിലപ്പോൾ 5 പ്രൊഡക്റ്റ് പറയുന്നുണ്ടാവുക. നാളെ വേറൊരാളുടെ പ്രശ്നത്തിന് അത്രയും പ്രോബ്ലം ഇല്ലെങ്കിൽ അവിടെ 3 പ്രൊഡക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും ഈ 3 പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എല്ലാവർക്കും 5 പ്രൊഡക്റ്റോ കൊടുക്കരുത്. അവിടെ അവരുടെ സിറ്റുവേഷൻ ചോദിക്കണം. ഇപ്പോഴും എന്നോട് പല ആൾക്കാരും ഇന്ന അസുഖത്തിന് ഞാൻ ഇനി ഒരിക്കലും റീപ്ലൈ തരുന്നുണ്ടാവില്ല കേട്ടോ.
ഇനി നിങ്ങളുടെ ഇവിടെയുള്ളത് ലീഡേഴ്സാണ്. ആ ലീഡേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫുൾ ഡീറ്റെയിൽസ് തരണം. അവർക്ക് എന്താണ് ജോലി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തിനൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഈ ഫുൾ ഡീറ്റെയിൽസ് ഇല്ലാതെ ഇന്ന അസുഖത്തിന് മാത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ റീപ്ലൈ തരൂല. കാരണം പിന്നീട് എനിക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തരുന്നത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും അതിന്റെ ആൻസർ തരുന്നുണ്ടാവുക. പിന്നെയും അവിടെ ചോദിക്കുന്ന സമയത്ത് പിറ്റേത്തെ ദിവസമായിരിക്കും അതിന്റെ ബാക്കി ആൻസർ തരുന്നുണ്ടാവുക. അത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എല്ലാവരും ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചതിന് ശേഷം മാത്രം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സിനോടോ ചോദിക്കുക കേട്ടോ. നമ്മൾക്ക് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് ഒരസുഖത്തിനും നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സപ്ലിമെന്റ് ആണ് ഉള്ളത്. ആ സപ്ലിമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടായാൽ മാത്രം മതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ എന്തിനാണ് വയസ്സ് ചോദിക്കുന്നത്, അവർ പ്രഷർ ചെക്കുന്നത്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാം തരുന്നത് അല്ലേ. ഇവിടെയൊക്കെ ദുബായിലൊക്കെ ഹോസ്പിറ്റലിൽ പോയ ഉടനെ ആദ്യം നമ്മുടെ വെയിറ്റ് നോക്കും, അതിനുശേഷം ബാക്കി എല്ലാ ഡീറ്റെയിലും ചെക്ക് ചെയ്തിട്ടാണ് ഡോക്ടറൊക്കെ കഴിക്കുന്നില്ല. നമ്മുടെ ഫുൾ ഡീറ്റെയിൽ അവർ എഴുതിയിട്ടാണ് ഡോക്ടറെ കഴിക്കുന്നത്. മനസ്സിലായി. അതിനുശേഷം ഡോക്ടറും നമ്മൾ വായ തുറന്ന് കണ്ണു നോക്കിയിട്ടാകുമ്പോൾ രാത്രി ഉറക്കക്കുറവുണ്ടോ, ചുമയുണ്ടോ, ഇതെല്ലാം ചോദിക്കുന്നത് എന്തിനാ? ഇതെല്ലാം അറിഞ്ഞ ശേഷം അവർക്ക് മെഡിസിൻ പറയാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെയാണ് ഈ നിങ്ങൾ ഷുഗറിന് എന്താ കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ല, ഡീറ്റെയിൽ പറയുന്നില്ല. അത് നിങ്ങളുടെ ലീഡേഴ്സ് ശ്രദ്ധിച്ചിട്ട് അവരെ പേഴ്സണൽ വിളിച്ചിട്ട് ഡീറ്റെയിൽ വാങ്ങിച്ചിട്ട് അവരുടെ ഗ്രൂപ്പിൽ ഇടിപ്പിക്കും. എല്ലാ ലീഡേഴ്സും. അത് വിനോദ് സാർ പറഞ്ഞ് കറക്റ്റാണ്. റിപ്ലൈ കൊടുക്കണ്ട. റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ ലീഡേഴ്സ് പറയുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയാൽ മതി. വിനോദ് സാർ റിപ്ലൈ തന്നിട്ടില്ല പറയുമ്പോൾ എന്തുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് അതിലുള്ള എല്ലാവർക്കും അവരുടെ ലീഡർമാരുണ്ടാവും, അവർ പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഡീറ്റെയിൽ കംപ്ലീറ്റ് കൊടുത്താൽ അദ്ദേഹം റിപ്ലൈ, കാരണം അദ്ദേഹത്തിനും ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതിൽ പഴയ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങളതിന് ആൻസർ ചെയ്യാൻ പഠിക്കാൻ തയ്യാറാവും. നമ്മുടെ ഓർഗനൈസേഷൻ വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വിനോദ് സാർ വേറെ ഓർഗനൈസേഷൻ അങ്ങ് പോകുന്നുണ്ടോ, പിന്നെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ കിട്ടിയ സമയത്ത് മാക്സിമം നിങ്ങൾ പഠിച്ചെടുത്തിട്ട് അത് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മുടെ ബാലസുബ്രഹ്മണ്യ സാറിന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് കിട്ടില്ല, കാരണം അദ്ദേഹത്തിനും ബിസിയാണ്. ഇപ്പം വിനോദ് സാറിന് ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുക, പഠിക്കുക. പിന്നെ കിട്ടത്തില്ല. അങ്ങനെ ആ ലെവലിലേക്ക് നമ്മുടെ ടീം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം. നാളെ മുതലല്ല, ഇനി അങ്ങോട്ട് ഈ ഒരു സെഷന് ശേഷം ഈ CP കഴിഞ്ഞ ഉടനെ ഇനി അങ്ങോട്ടുള്ള എല്ലാ മീറ്റിങ്ങിൻ്റെയും ലിങ്ക് വേറെയാണ്. 300 പേർക്കുള്ള ലിങ്കാണ്. ഇപ്പം നമ്മൾ 100 പേരുടെ പ്രോഗ്രാമാണ്. ആൾക്കാർക്ക് കയറാൻ പറ്റുന്നില്ല, യൂട്യൂബിൽ കയറേണ്ട അവസ്ഥ വരാറ്. അതുകൊണ്ട് നമ്മൾ പുതിയ ലിങ്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വില കൂടുതലുള്ള ലിങ്കാണ് അത്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ആയി. ഇനി അങ്ങോട്ടുള്ള മീറ്റിങ്ങുകൾ എല്ലാം 300 പേർക്കുള്ള ലിങ്കിലായിരിക്കും. ആ ലിങ്ക് നിങ്ങൾ ചോദിക്കണം. നാളെ ആരും ഈ ലിങ്കിൽ കയറരുത്. ഇനി അങ്ങോട്ടുള്ള വൈകുന്നേരത്തെ ലിങ്കിലും കയറേണ്ട. ഉച്ചക്കത്തെ 2 മണിയുടെ ലിങ്ക് നമ്മൾ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് കുറച്ച് ഇടുക. അല്ലെങ്കിൽ എല്ലാ ലിങ്കും ഇതന്നെയായിരിക്കും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ലിങ്ക് എല്ലാവർക്കും പുതിയ ലിങ്ക് കിട്ടുന്നുണ്ടാവും, ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും, അതിലേക്ക് കയറുക. ഓക്കെ, നാളെ അഥവാ ചില ആൾക്കാർ ഓർമ്മയില്ലാതെ ഇല്ലാതെ തന്നെ കയറി വന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ലെഫ്റ്റ് ആയിട്ട് പുതിയ ലിങ്കിലേക്ക് വരണുണ്ടോ. ചില ആൾക്കാർ ഇതിൽ കയറിയിട്ട് ഇല്ലെങ്കിൽ അടങ്ങി ഇരിക്കുന്ന ആൾക്കാർ കാണാൻ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ ലിങ്കാണ് ഇനി അങ്ങോട്ടുള്ളത്. പിന്നെ ഒരു കാര്യം റിക്വസ്റ്റ് പറയാം, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു CPയിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കണം. നാളത്തെ CPയിൽ 80 പോരാ, നമുക്ക് 100 കടക്കണം. ഇന്ന് 80 ആയിട്ടുണ്ട്. 15 പേരോ 20 പേരോ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് നല്ലൊരു മനോഹരമായ സെഷൻ തന്ന വിനോദ് സാറിന് നന്ദി അറിയിക്കാം. ഈ ഒരാഴ്ച തന്നെ വിനോദ് സാറിന് ഇതുപോലത്തെ ഒരു സെഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നില്ല. ഈ ഒരാഴ്ച തന്നെ ഒരു സെഷൻ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എല്ലാ ആഴ്ചയിലും ഒരു സെഷൻ വിനോദ് സാറിനെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരു 2 3 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയ കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ? വേണമല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും, നല്ലൊരു ബിസിനസ് ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.